നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഗോൾഡ് ഫേഷ്യൽ ആണ് കേട്ടോ. ഈസിയായിട്ട് ഒരു ഗോൾഡ് ഫേഷ്യൽ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബിഫോറും ആഫ്റ്ററും ആയിട്ടുള്ള എഫക്റ്റും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും ഇതിൻ്റെ ഒരു ഡിഫറൻസ്, ഇത് ചെയ്ത് കഴിയുമ്പോൾ ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിലേക്ക് കിടക്കുന്നേക്കാൾ മുമ്പേ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഹായ്, എൻ്റെ പേര് ശിൽപ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കയറി നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ഗോൾഡ് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫേഷ്യൽ കിറ്റ് ഏതാണെന്നല്ലേ, നേച്ചേഴ്സ് എസൻസിന്റെ ഈ ഒരു ഗ്ലോയിങ് ഗോൾഡ് ഫേഷ്യൽ കിറ്റാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. ഇവർക്ക് ഇതിൽ തന്നെ ഒരുപാട് വേരിയൻസ് ഉണ്ട്. ഫ്രൂട്ട് ഫേഷ്യൽ, ഡയമണ്ട്, ടാൻ റിമൂവൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വേരിയൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഇൻ കേസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. ഇതിലുള്ള കിറ്റിൻ്റെ പ്രൈസ് വന്നിട്ട് 260 രൂപയാണ് കേട്ടോ. ഇത് നമുക്ക് 3 തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ഇതിനകത്ത് കിട്ടും. സോ 3 ഫേഷ്യൽസ് നമുക്ക് ഇതിനകത്ത് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 80-85 ആ ഒരു റേഞ്ചിലാണ് ഒരു ഫേഷ്യലിന് ചാർജ് ആവുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ഫേഷ്യലിന് ചിലവാകുന്നുള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ 260 റുപ്പീസ് എന്ന് പറയുന്നത് ഭയങ്കര റീസണബിൾ ആണ്. നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഇനിയും ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് 4 സ്റ്റെപ്സ് ആണ്. പക്ഷേ അതിനൊരു പ്രീ ഫേഷ്യൽ സ്പ്രെപ്പ് എന്ന് പറഞ്ഞിട്ട് ഡീറ്റാൻ തെറാപ്പി പറഞ്ഞിട്ട് ഒരു സ്റ്റെപ്പും കൂടി വരുന്നുണ്ട്. അതൊരു വൈപ്പ് ഓഫ് മാസ്ക് ആണ്. ഞാൻ കാണിച്ചു തരാം ഓപ്പൺ ചെയ്തിട്ട്. അത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലോയിങ് ഗോൾഡ് ക്ലെൻസിങ് സ്ക്രബാണ്. രണ്ടാമത്തേത് ഗ്ലോയിങ് ഗോൾഡ് മസാജ് ക്രീം, മൂന്നാമത്തേത് ഗ്ലോയിങ് ഗോൾഡ് ജെൽ ആൻഡ് നാലാമത്തേത് ഗ്ലോയിങ് ഗോൾഡ് പാക്ക്. ഇത്രയും സ്റ്റെപ്സ് ആണ് വരുന്നത്. നമുക്ക് ഈ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് 1 by 1 ആയിട്ട് നോക്കാം. പ്ലാസ്റ്റിക് റാപ്പിങ്ങിലൊക്കെയാണ് വരുന്നത് കേട്ടോ. നല്ല പക്ക പാക്കേജിങ് ആണ്. ഇങ്ങനെ പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മേലെ ഭാഗത്ത് തന്നെ സീലുണ്ട്. ഈ സീൽ പൊട്ടിക്കുമ്പോഴാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പാക്കേജിങ് വരുന്നത്. ഇതാണ് ആദ്യത്തെ ഡീറ്റാൻ വൈപ്പ് ഓഫ് മാസ്ക്. അത് കഴിഞ്ഞിട്ട് വരുന്നത് സ്ക്രബ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് ഗോൾഡ് മസാജിങ് ക്രീം, പിന്നെ വരുന്നത് ജെൽ ആൻഡ് ലാസ്റ്റത്തെയാണ് ഫേസ് പാക്ക്. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഡക്റ്റ് വരുന്നത്. 2 പാക്കേജിങ്ങിലാണ് വരുന്നത്. നിങ്ങൾക്ക് യൂസ് ചെയ്തതിന് ശേഷം തിരിച്ചടച്ച് വെക്കാം. നല്ല സെക്യൂർ ആയിട്ട് എയർ ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. കേട് വരും അങ്ങനത്തെ പേടിക്കൊന്നും ആവശ്യമില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ പാക്കേജിങ് ഉള്ളത്. ഈ ഒരു ഡീറ്റാൻ പ്രെപ്പ് മാസ്ക് ഇല്ലേ, ഈ ഒരു വൈപ്പ് ഓഫ് മാസ്ക്, ഇത് നമ്മളെ ഫേഷ്യലിന് കുറച്ചും കൂടി റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. കാരണം നമ്മളെ ഫേസിലുള്ള ടാന് ഫസ്റ്റ് തന്നെ റിമൂവ് ആയി കിട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു എക്സാക്ട് ഗ്ലോ നമ്മളെ സ്കിന്നിൽ കാണുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡീറ്റാൻ വൈപ്പ് ഓഫ് മാസ്ക് ആണ്. അപ്പോൾ ഇത് മസ്റ്റ് ആയിട്ടും ഫസ്റ്റ് പ്രീ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ എൻഡ് റിസൾട്ടിൽ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിനെ ബേസിക് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. 1 by 1 ആയിട്ട് ഓരോ പ്രോഡക്റ്റും യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ഡീറ്റാൻ വൈപ്പ് ഓഫ് മാസ്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. സീലോട് കൂടിയാണ് വരുന്നത്. അത് ഞാൻ പറഞ്ഞത് പാക്കേജിങ് നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള പാക്കേജിങ് ആണ്. ഓഫ് മാസ്ക് ഇങ്ങനെ ഒരു വൈറ്റ് കളറിലാണ് വരുന്നത്. ക്ലീൻ ചെയ്ത ഫേസ് ആണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കണ്ണിൻ്റെ അടുത്തേക്ക് ഇടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. സെൻസിറ്റീവ് ഏരിയ ആണ്, അപ്പോൾ അവിടേക്ക് ഇടാണ്ടിരിക്കണം. ഞാൻ നെക്ക് ഏരിയയിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ പോലെ നെക്കിലും അപ്ലൈ ചെയ്യണം. വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകമായിട്ടും പറഞ്ഞിട്ടുണ്ട് വൈപ്പ് ഓഫ് മാസ്ക് ആണെന്നുള്ളത്. അപ്പോൾ വാഷ് ചെയ്യേണ്ട കാര്യമില്ല. ബാക്ക് സൈഡിലായിട്ടില്ലേ, നമ്മൾ എത്ര ടൈമാണ് ഓരോന്ന് വെക്കേണ്ടത് എന്നുള്ള കറക്റ്റായിട്ട് ടൈമും കൂടി മെൻഷൻ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ ഈ ഒരു ഡീറ്റാൻ പ്രെപ്പ് മാസ്ക് 15 മിനിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇത് വൈപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഒരു 12 മിനിറ്റ് ആയിട്ടോ ഞാൻ വെച്ചിട്ട്. അപ്പോൾ അവരെന്താ പറയുന്നത് വെച്ചാൽ ഒന്ന് 2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് സർക്കുലർ മോഷനിൽ. അപ്പോൾ ഞാനതൊന്ന് മസാജ് ചെയ്യട്ടെ. മസാജ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഏകദേശം ഞാനിപ്പോൾ 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വൈപ്പ് ചെയ്തെടുക്കാം. സ്കിന്നിൽ നിന്ന് ആ ഒരു ബ്രൈറ്റ്നെസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ ക്ലിപ്പും ഇപ്പോഴത്തെ ക്ലിപ്പും കണ്ടാൽ തന്നെ അറിയാം ഒരു ടാനൊക്കെ റിമൂവ് ആയതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തന്നെ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള ക്ലിപ്പും ഇപ്പോഴത്തെ ഫേസും നോക്കിയാൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും.
ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള സ്ക്രബിങ്ങിലേക്ക് കിടക്കാം. സ്റ്റെപ്പായിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സ്ഫോളിയേറ്റിംഗ് ആണ്. എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒന്ന് കുറച്ച് വെള്ളം നനച്ചതിന് ശേഷം സ്ക്രബ് അപ്ലൈ ചെയ്തിട്ട് 3 മിനിറ്റ് സ്ക്രബ് ചെയ്യാനാണ് കേട്ടോ അവർ പറയുന്നത്. അപ്പോൾ 3 മിനിറ്റ് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല ഒരുപാട് സമയം സ്ക്രബ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ഗ്രാനുവൽസ് എത്രത്തോളം വലിയതാണെന്ന് നോക്കാം. ഭയങ്കര റഫാണെന്നുണ്ടെങ്കിൽ ഞാൻ 3 മിനിറ്റ് ചെയ്യില്ല. നേരിയതായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇതൊരു ഗോൾഡ് കളറിലാട്ടോ സ്ക്രബ് വരുന്നത്. ഒരുപാട് ഹാഷ് ആയിട്ടുള്ള തരികളും അല്ല, എന്നാലും ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്രബാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര ഹാഷായിട്ട് വേനിക്കുന്ന രീതിയിലുള്ളൊരു സ്ക്രബല്ല. അപ്പോൾ ഒരു 3 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് സ്ക്രബ് ചെയ്താലോ ദോഷമൊന്നും ഉണ്ടാവില്ല. ഭയങ്കര ഹാഷായിട്ടുള്ള സ്ക്രബാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട്. ഞാനത് നാച്ചുറൽ ലൈറ്റിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം നാച്ചുറൽ ലൈറ്റിൽ കണ്ടാലേ ഉള്ളൂ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നാച്ചുറൽ ലൈറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നത്, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവിടെ കുറച്ചൊരു കാലാവസ്ഥ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. അപ്പോൾ ഇടയ്ക്ക് സൂര്യൻ വരും, പിന്നെയും പോകും, പിന്നെയും വരും. അതുകൊണ്ടാണ് ലൈറ്റിനൊരു വേരിയേഷൻ വരുന്നത്. പക്ഷെ എന്നാലും ഓക്കെയാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ കണ്ടാൽ നിങ്ങൾക്ക് അത്ര ഇങ്ങോട്ട് മനസ്സിലാവില്ല, ഭയങ്കര ബ്രൈറ്റ്നസ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാച്ചുറൽ ലൈറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ ഇത്, പിന്നെ മൂക്കിൻ്റെ ഈ സൈഡ്, മൂക്കിൻ്റെ മേലെയിട്ട് ഇവിടെയൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വല്ലാണ്ട് ഉണ്ടാവുക. ചിലവർക്ക് ഈ ഒരു ഭാഗത്തും ഉണ്ടാവും. എനിക്ക് ഈ ഒരു ഭാഗത്ത് അങ്ങനെ ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ ഭാഗം വല്ലാണ്ട് അങ്ങോട്ട് സ്ക്രബ് ചെയ്യണില്ല. പിന്നെ ഈ ഒരു ഭാഗത്ത് കേട്ടോ, ഇവിടെ എനിക്ക് കുറച്ചിങ്ങനെ വൈറ്റ് ഹെഡ്സ് വരാറുണ്ട് ഈ ഒരു താടിയിൽ ഈ ഒരു ഭാഗത്തായിട്ട്. അവിടെ അവൻ എനിക്ക് തോന്നുകയാണെങ്കിൽ വെള്ളം തൊട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കരുത്, അപ്പോൾ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഡാമേജ് ആവും. വെള്ളം തൊട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈ ആവണമെന്നുണ്ടെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ വെള്ളം തൊട്ടിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഏകദേശം 2 മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും മതി, ഞാൻ 3 മിനിറ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് നമുക്കിനി ഇത് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ സ്ക്രബ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിനി തുടയ്ക്കാം. അപ്പോൾ സ്ക്രബിങ് കഴിഞ്ഞു. നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലോയിങ് ഗോൾഡ് മസാജ് ക്രീമാണ്. ഇത് 15 മിനിറ്റ് മസാജ് ചെയ്യാനുള്ള ഒരു ക്രീമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചെയ്ത് തുടങ്ങാം. ഞാൻ ഇരുന്നപ്പം വെയിലൊന്നും ഇല്ലായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ വൈകുന്നേരമായി, എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ വെയിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബാക്കിലേക്ക് ഇരുന്നിട്ടുണ്ട്. നിങ്ങളിത് ചെയ്യുമ്പോൾ കഴിയുന്നത് രാത്രി ചെയ്യാൻ നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇത് നാച്ചുറൽ ലൈറ്റിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ ചെയ്യണത്, അല്ല പകൽ ചെയ്യണത്. നിങ്ങൾ ചെയ്യുമ്പോൾ കഴിയുന്നതും രാത്രി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് മസാജിങ് ക്രീം അപ്ലൈ ചെയ്യാം. കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ. ഇത് 15 മിനിറ്റ് മസാജ് ചെയ്യാനുള്ള ക്ഷമ എനിക്കുണ്ടോ എന്ന് അറിയില്ല. നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുമ്പോൾ അവർക്ക് കറക്റ്റായിട്ടുള്ള ടൈം ഉണ്ടല്ലോ, അത്ര സമയത്തിനുള്ളിൽ 60 മിനിറ്റ്സ് 1 മണിക്കൂറല്ല ഒരു ഫേഷ്യൽ. അപ്പോൾ അവരതിനനുസരിച്ച് മസാജ് ചെയ്യും. ഇപ്പം ഞാൻ 10 മിനിറ്റെങ്കിലും ചെയ്യാൻ പറ്റുക അത്രയും നല്ലത് എന്ന് വിചാരിച്ച് ചെയ്യാണ്. എന്നാലും നമുക്ക് ഇതിന് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കല്ല. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ ഞാനിത് മസാജ് ചെയ്തേ പറ്റൂ. ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എനിക്ക് സ്ട്രെങ്തിൻ്റെ കൈ നല്ലോണം വേദനിക്കുന്നുണ്ട്. വേറെ ആൾ ചെയ്ത് തരുന്ന പോലെ അല്ലല്ലോ, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ 10 മിനിറ്റ് എങ്ങനെയോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മസാജ് ചെയ്തിട്ട്. അപ്പോൾ ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3ാമത്തെ സ്റ്റെപ്പ് ഗ്ലോയിങ് ഗോൾഡ് ജെല്ലാണ്. ലിറ്ററലി ഗോൾഡാണ്, ഗോൾഡ് കളർ. അപ്ലൈ ചെയ്യാം. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ അത് ഈ ഒരു ജെല്ല്. ചെറുതായിട്ടുള്ള ഗോൾഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. കാണുന്നുണ്ടോ? ഞാൻ മൂവ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനത്തെ ഗോൾഡ് പാർട്ടിക്കിൾസ് ഉണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നില്ലേ? ഇങ്ങനത്തെ ഗോൾഡ് പാർട്ടിക്കിൾസ് ഉണ്ട് അതിനകത്ത്. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഗ്ലോ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്.
ഒരു പ്രോഡക്റ്റും നമ്മൾ കണ്ണിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാണ്ടിരിക്കുക കേട്ടോ. അതാണ് നമുക്കൊരു സേഫായിട്ടുള്ള കാര്യം. ഞാൻ ഫുൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 മിനിറ്റ് വിട്ടതിന് ശേഷം വാഷ് ചെയ്യാം. ഇത് അപ്ലൈ ചെയ്തിട്ട് 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ അത് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷേ ഓരോ സ്റ്റെപ്പിലും ഞാൻ വാഷ് ചെയ്തും വൈപ്പ് ചെയ്തും വരുമ്പോൾ എനിക്ക് ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയുന്നതോറും എനിക്കങ്ങനെ സന്തോഷം കൂടി വരികയാണ് കാണുമ്പോൾ റിസൾട്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാൻ വേണ്ടി പോവുകയാണ്. അത് നമ്മളെ ഫേസ് പാക്കാണ്. ഇതിനകത്ത് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്യാണ്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ഫോർ ബെറ്റർ റിസൾട്ടിന്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ സ്കിന്നിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ബെറ്റർ റിസൾട്ട് ആയിരിക്കുന്നതാണ് അവർ പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്മെല്ലിൻ്റെ കാര്യം പറയട്ടെ. ഒന്നും തന്നെ നമുക്കങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്മെല്ല് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഒക്കെ നല്ല സൂതിങ് ആയിട്ടുള്ള സ്മെല്ലാണ്. അപ്പോൾ ഒട്ടും സ്മെല്ല് സെൻസിറ്റീവ് ഉള്ള ആളുകൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒക്കെ നല്ല സൂതിങ് ആയിട്ടുള്ള നല്ല സ്മെല്ലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ ഒരു ജെല്ലില്ലേ, നമ്മളിതിന് മുമ്പേ അപ്ലൈ ചെയ്തേ ആ ഒരു ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി നല്ല സൂപ്പർ കൺസിസ്റ്റൻസിയാണ്. ഭയങ്കര തണുപ്പൊക്കെ ഫീൽ ചെയ്തു എനിക്ക്. ഇതും നല്ല തണുപ്പുണ്ട്. ഇതിൻ്റെ അത് പെപ്പർമിൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സൂതിങ് കൂളിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര റിസൾട്ട് തരുന്ന ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇല്ലേ, നിങ്ങൾ കഴുത്ത് ഒരു കാരണവശാലും ഇടാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ടും അല്ലെങ്കിൽ ഫേസും കഴുത്തും തമ്മിലുള്ള ആ ഒരു കളർ ഡിഫറൻസ് വരും. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം, കഴുത്ത് മിസ്സായി പോകരുത്. ഞാൻ ഫേസിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 10 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്യാം. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിന് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ റിസൾട്ട് നിങ്ങളെ മുന്നിലുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ല. ഈ ഒരു ഫേഷ്യൽ കിറ്റില്ല എനിക്ക് 2-3 കാരണം കൊണ്ടാണ് ഇഷ്ടമായത്. ഒന്നാമത് യൂസ് ചെയ്യാൻ ഈസിയാണ്, മെസ്സൊന്നുമില്ല. നമുക്ക് ആ ട്യൂബിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് യൂസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ പാർലറിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ഗ്ലോ റിസൾട്ട് നിങ്ങളെ സ്കിന്നിൽ കിട്ടും. ഇപ്പോൾ ഞാൻ സ്കിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ക്ലീനായി, ടാനൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് എഫക്റ്റീവായിട്ട് റിസൾട്ട് അപ്പം തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും സ്കിന്നിൻ്റെ ആ ഗ്ലോ കൂടുന്നതായിട്ട് നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ഫേഷ്യൽ കിറ്റ്. നിങ്ങൾക്ക് വാങ്ങുന്ന പൈസ വേർത്താണ്. കാരണം 3 തവണ ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാശിന് അത്രയും വേർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഏതെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർലറിൽ പോകാൻ പറ്റില്ലെങ്കിലൊക്കെ യൂസ് ചെയ്യാം. 3 വർഷത്തെ ഷെൽഫ് ലൈഫും ഉണ്ട്. അപ്പോൾ ഷെൽഫ് ലൈഫിൻ്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല. എക്സ്പയർ ആയി പോവും വാങ്ങിക്കഴിഞ്ഞാൽ എന്നുള്ള ഒരു പേടിയും വേണ്ട. എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആവുന്ന രീതിയിലുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതിൻ്റെ തന്നെ ഒരുപാട് വേരിയൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡയമണ്ട് ഫ്രൂട്ട്, ഗോൾഡ്, ടാൻ റിമൂവൽ എന്നുകൊണ്ട് ഒരുപാട് റേഞ്ച് ഉണ്ട്. അതിന് തന്നെ പ്രൈസ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.